അടുത്ത നമുക്ക് ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. ഡ്രോ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ്. കണ്ടോ, നമുക്ക് ഡ്രോ ചെയ്യാനോ പറയണം അല്ലേ. ഇപ്പം നമ്മൾ ഈ ഡെറിവേഷൻസും ഇക്വേഷൻസും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ആ ഗ്രാഫും വരയ്ക്കണം. എന്ന് വെച്ചാൽ പറയാം, നമുക്ക് ഫസ്റ്റ് ഹാർമോണിക്കിൽ എങ്ങനെയാണ് വേവ് കിട്ടണേന്നുള്ള ഡയഗ്രാം കറക്റ്റായിട്ട് പഠിക്കണം. ആ ഡയഗ്രാം അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ കണക്ട് ചെയ്ത് ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡയഗ്രാമത്തിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സെക്കൻഡ് ഏതാ തേർഡ് ഏതാന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഇട്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിരിക്കുന്നത് പ്രൂവ് ദി ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിങ്. ഇങ്ങനെ ചോദിക്കുമല്ലോ, ഏതൊക്കെ ഫ്രീക്വൻസിയാണ് സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈച്ച് ആദ്യം പറഞ്ഞു അല്ലേ, ഈച്ച് ആദ്യം നമ്മൾ ഫ്രീക്വൻസി ഒരു സോണോമീറ്റർ 2 സ്ട്രെച്ച് ചെയ്ത് വെച്ച് നമുക്ക് അവിടെ എന്തൊക്കെ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിട്ടേ, അത് വേണം ഇവിടെ സോൾവ് ചെയ്യാൻ കേട്ടോ. ഫ്രീക്വൻസി μ1 ഫ്രീക്വൻസി μ2 μ3 നമുക്ക് 1:2:3 എന്ന് കിട്ടിയില്ലേ, അതാണ് സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി. അത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇസ് 45 Hz ആൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ 87.5 cm. If the linear density of the wire is 4.0 × 10⁻² kg/m, ഫൈൻഡ് ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ്. നമുക്ക് എന്താണ് ഫ്രീക്വൻസി തന്നിട്ട് ടെൻഷൻ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഈ സെക്ഷൻ എടുത്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു μ1 = എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായി. അതിൽ നിന്ന് നമ്മൾ ടെൻഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രീക്വൻസി V = നമുക്ക് √T/m എന്നൊക്കെ പറഞ്ഞ് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അതാണ് ആ റിലേറ്റഡ് പ്രോബ്ലം ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എഴുതി വയ്ക്കാം. ഗിവൺ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി μ1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 45 Hz എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്, ലെങ്ത് ഓഫ് ദി വയർ L = നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 87.5 cm എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് ലീനിയർ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ലീനിയർ ഡെൻസിറ്റി ഓഫ് ദി വയർ കണ്ടുപിടിക്കുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദി വയർ നമുക്ക് തന്നിട്ടുണ്ട്. M = എത്ര തന്നിട്ടുണ്ട്, 4.0 × 10⁻² kg/m എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വലുത് തന്നിട്ടുണ്ടോ, ഇല്ല. ഇനി നമുക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ എന്ത്, V = √T/m എന്നറിയാം. ആൻഡ് V1 ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ V/2L എന്നറിയായിരുന്നു. ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരുന്നത്, V എന്ന് പറയുന്നത് √T/m ആണ്. അപ്പോൾ √T/m / 2L ആണ്. ആ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/2L എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ. ഡിവൈഡഡ് ബൈ 2L ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2L നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് 1/2L എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് കിട്ടി, μ1 എന്ന് പറഞ്ഞ് കിട്ടി, V1 / 2L എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിൽ നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T ഇവിടെ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് റൂട്ടിനെ കളയാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹോൾ ഇക്വേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് V1 നമുക്ക് എങ്ങനെ കിട്ടും, μ1² = ഈ റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, T/m എന്ന് കിട്ടി. ഇനി ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, × 1/2 സ്ക്വയർ ചെയ്തപ്പോൾ 4L² എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് T മാത്രം മതി, ബാക്കിയെല്ലാം പുറത്തിടാം. അപ്പോൾ ഇതിന് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ എങ്ങനെ കിട്ടി, 4L² × μ1². ഇനി മുകളിലേക്ക് ആക്കാൻ എന്തോളേ, M അല്ലേ, × M = D എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് 4L² × μ1²/m ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് L എന്താണെന്നുണ്ട്, μ1 എന്താണെന്നുണ്ട്, M എന്തുണ്ടാകുന്നു, ഈ ടേംസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് T എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് T എന്ന് പറഞ്ഞ് കിട്ടി. ഇക്വേഷനിലേക്ക് T ഓരോ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 45² × 4 L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇനി 87.5 എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്ററിലായിരുന്നു, അത് മീറ്റർ ആക്കിയപ്പോൾ നമ്മൾ × 10⁻² ചെയ്തു. ഇത് ഹോൾ സ്ക്വയർ × M എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്, 4.0 മാസ് ഓഫ് ഡെൻസിറ്റി ഓഫ് ദി വയർ = 4.0 × 10⁻. ഇവിടെ M എന്ന് പറഞ്ഞ മാസിൽ നിന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. M എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൻസിറ്റി ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 × 10⁻³ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെൻഷൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ, 248 N എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, a sound traveling along a string is described by y = 0.005 sin 80.0x - 3.0t. അപ്പോൾ നമുക്ക് ഒരു സൗണ്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞ് ഒരു സ്ട്രിങ് കൂടെ ആൻഡ് ആ വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചേക്കണേ,
കാൽക്കുലേറ്റ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ തന്നേക്കണേ? y = 0.05 sin 80.0x - 3.0t ആണ് തന്നേക്കണേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? a sin 2π λ vt - x. ഇതിലെ a എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിലെ 2π/λയിൽ ഈ ലാംഡയാണ് എന്ത് നമ്മൾ പറഞ്ഞത്? വേവ് ലെങ്ത് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻസും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഏഴ് സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് എന്താ? ഈ ഏഴ് സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ എന്ത്? 0.0.5. അപ്പോൾ നമ്മുടെ ഈ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു 0.005 അല്ലേ? ഇനി അതേമാതിരി തന്നെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കുമ്പോൾ ഈ 2π/λയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ത്? നമ്മുടെ സൈൻ്റെ 80.0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 2π/λ ആണ് നമുക്ക് എന്ത് കിട്ടിയേ? 80 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേവ് ലെങ്ത് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വേവ് ലെങ്തിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ 80നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലാംഡ = എന്ത് കിട്ടി? 2π/80 എന്ന് കിട്ടി. ഇതിനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക എന്ത്? 0.0785 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത് കിട്ടും. ഇതേമാതിരി നമുക്ക് ഇക്വേഷൻസ് തരുവാണെങ്കിൽ ട്രാവലിംഗ് വേവിൻ്റെ ആയിക്കോട്ടെ സ്റ്റാൻഡിങ് വേവിൻ്റെ ആയിക്കോട്ടെ നമുക്ക് ഇക്വേഷൻസ് തരുവാണെങ്കിൽ നമുക്ക് തന്ന ഇക്വേഷൻസും എന്താണ് അവിടെ ചോദിച്ചേക്കണേ അതിൻ്റെ ജനറൽ ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? When will a man hear a louder sound in the case of stationary wave, node or antinode? എപ്പോഴായിരിക്കും നമുക്കൊരു സ്റ്റേഷനറി വേവ് അല്ലേ? സ്റ്റേഷനറി വേവിൽ നമുക്ക് എന്തെന്ന് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും? ആൻറ്റിനോഡും പ്രൊഡ്യൂസ് ചെയ്യും, നോഡ്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എപ്പോഴാണ് ഒരാൾക്ക് കൂടുതൽ സൗണ്ട് കേൾക്കുക? ലൗഡർ സൗണ്ട് എപ്പോഴായിരിക്കും കേൾക്കാൻ? നോട്ട്സിലായിരിക്കും ആൻറ്റിനോഡ്സിലായിരിക്കും സൗണ്ട് കൂടുതൽ കേൾക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സൗണ്ട്സ് ആൻറ്റിനോഡ്സിൽ വാരി ചെയ്യും, നോട്ട്സിലും വാരി ചെയ്യും അല്ലേ? അപ്പോൾ സൗണ്ട്സ് കൂടുതൽ കേൾക്കുന്നത് ആൻറ്റിനോഡ്സിലായിരിക്കും. എവിടെയായിരിക്കും? ആൻറ്റിനോഡ്സ്. എന്തുകൊണ്ടായിരിക്കും നോട്ട്സിനേക്കാളും സൗണ്ട് കൂടുതൽ ലൗഡറായിട്ട് ആൻറ്റിനോഡ്സിലേക്കാണ്? ബിക്കോസ് പ്രഷർ വേരിയേഷൻ കൂടുതൽ എവിടെയാണ് ഉള്ളത്? ആൻറ്റിനോഡ്സിലാണ് ഉള്ളത്. പ്രഷർ വേരിയേഷൻ എന്ന് വെച്ചാൽ ആൻറ്റിനോഡ്സിലാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണേ. അപ്പോൾ ആൻറ്റിനോഡ്സിൽ പ്രഷർ വേരിയേഷൻ കൂടുതലായതുകൊണ്ട് സൗണ്ട് കൂടുതൽ കേൾക്കുന്നത് എവിടെയായിരിക്കും? പ്രഷർ വേരിയേഷൻ ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ ആ ഡെൻസിറ്റി സൗണ്ടിൻ്റെ ലൗഡ്നെസ് കൂടും. അപ്പോൾ പ്രഷർ ഏറ്റവും കൂടുതൽ ആൻറ്റിനോഡ്സിൽ വേരി ചെയ്യുന്നത് ആൻറ്റിനോഡ്സിലായതുകൊണ്ട് ദ ലൗഡർ സൗണ്ട് വിൽ ബി ഹേർഡ് അറ്റ് ആൻറ്റിനോഡ്സ്. ഇതുമായി അപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ഫിസിക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A woman is traveling in a car at a speed of 25 m/s. ഒരു ലേഡി ട്രാവൽ ചെയ്യാണ് കാറിൽ. സ്പീഡ് തന്നിട്ട് 25 m/s. ഇനി ഷീ വാസ് മൂവിങ് അവേ ഫ്രം ദി സോഴ്സ് പ്രൊഡ്യൂസിങ് എ സൗണ്ട് ഓഫ് 512 Hz. എന്താ പറയണേ? ഈ ഒരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സൗണ്ടിനെ കുറിച്ച് പറയണ്ടല്ലേ? ഒരു സോഴ്സ് എന്ന് വെച്ചാൽ ആ സോഴ്സിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണേ. ആ സോഴ്സിൽ നിന്ന് അകന്നാണ് പോകുന്നത്. ഷീ ഈസ് മൂവിങ് അവേ. ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സോഴ്സിൽ നിന്ന് ദൂരേക്ക് ആ ഒരു ലേഡി ട്രാവൽ ചെയ്യാൻ. സൗണ്ടിൻ്റെ ഇത് എത്ര തന്നിട്ടുണ്ട്? 512 Hz തന്നിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ദി ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ഹർ. അപ്പോൾ അവളുടെ ഫ്രീക്വൻസി, അവൾ ആ സൗണ്ട് കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാവില്ല. ഞാൻ നേരത്തെ സെക്ഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഴ്സ് എന്നിട്ട് ലിസണർ ടു സോഴ്സ് സ്റ്റേഷനറി ആയിരിക്കും. ലിസണർ സ്റ്റേഷനറി ആകുമ്പോൾ സോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രീക്വൻസിയാണ് എന്ത്? അപ്പാരൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? അപ്പാരൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ? ഈ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയിലുള്ള എല്ലാ സാധനങ്ങളും എന്തുണ്ടാവും? ഇത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയിൽ എന്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു? മ്യൂ ഫ്രീക്വൻസി = 512 Hz ആണെന്ന് പറഞ്ഞു അല്ലേ? ആ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 512 Hzലാണ്. ഇനി അവിടുത്തെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് പറഞ്ഞേക്കുണ്ടായ ക്വസ്റ്റ്യനിൽ 340 m/s. ഇനി വി എസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി.
സോഴ്സ് അവിടെ സ്റ്റേഷനറി ആണല്ലേ, ലീഡിയാണ് ആ സോഴ്സിൽ നിന്ന് മൂവ് ചെയ്ത് പോകണേ. അപ്പോൾ അത് സ്റ്റേഷനറി ആയതുകൊണ്ട് വെലോസിറ്റി VS എന്ന് പറയുന്നത് എന്തായിരിക്കും, സോഴ്സിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാം. ഇനി ലിസ്ണർ എന്ന് പറയുന്നതാണ് നമ്മുടെ വുമൺ ട്രാവലിംഗ് എന്ന്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കറിയാം 25 m/s ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ആ കാറിൻ്റെ സ്പീഡ് ഓഫ് 25 m/s ആണ്. അപ്പോൾ ലിസണർ എന്ന് വെച്ചാൽ ആ വുമൺ ആണ് ലിസണർ അവിടെ. ആ വുമൺ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 25 m/s ആണ്. ഇനി നമ്മുടെ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ, V - VL ഡിവൈഡഡ് ബൈ V - VS. വെലോസിറ്റി V - ലിസണറിൻ്റെയും V - വെലോസിറ്റി ഓഫ് ദി സോഴ്സിൻ്റെ ചെയ്യും ഇൻറ്റു ഫ്രീക്വൻസി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം, 340 m/s. അപ്പോൾ 340 ലിസണറുടെ വെലോസിറ്റി എത്രയാ, 25 മൈനസ് 340 സോഴ്സ് എത്രയായിരുന്നു, 0 മൈനസ് 0. ഇനി ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് തന്നേക്കണേ, 512 ഇൻറ്റു 512. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് നമുക്ക് എന്ത് കിട്ടുക, 474.4 ഹെഡ്സ് എന്ന് പറഞ്ഞ് കിട്ടും. എളുപ്പമല്ലേ. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഇസ് ദി അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്നൊന്നും ചോദിക്കില്ല. എന്താ ചോദിക്കുക, കാൽക്കുലേറ്റ് ദി ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ഹെർ. അവൾക്ക് എന്ത് സൗണ്ട് കിട്ടുക, ഏത് ഫ്രീക്വൻസിയിലാണ്, അപ്പാരൻറ്റ് ഫ്രീക്വൻസിയിലാണ് നമുക്ക് സൗണ്ട് കേൾക്കുക. സോ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയിലെ ഇക്വേഷനിൽ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഏത് ഫ്രീക്വൻസിയിലാണ് അവൾക്ക് സൗണ്ട് കേൾക്കുക എന്നുള്ളത് നമുക്ക് കിട്ടും. എളുപ്പമല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നെയിം ദി ഫിനോമിനൻ ദാറ്റ് എക്സ്പ്ലെയിൻസ് ദിസ് ഫിനോമിനൻ. ഏത് ഫിനോമിനൻ ആണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയിലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫിനോമിനൻ ഉണ്ടായിരുന്നു. ആ ഫിനോമിനയുടെ പേര് വിളിക്കുന്നതാണ് ഡോപ്ലർ എഫക്റ്റ്. എന്താ, ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോപ്ലർ എഫക്റ്റ് നമുക്ക് ലൈറ്റ് വേവ്സിന് കാണാം, അതുമാതിരി തന്നെ സൗണ്ട് വേവ്സിന് കാണാം. എന്ന് വെച്ചാൽ ഹൈ സ്പീഡിലുള്ള വെലോസിറ്റിയിൽ പോകുന്ന സൗണ്ട് ആയിക്കോട്ടെ, ലൈക്ക് ആയിക്കോട്ടെ. സപ്പോസ് ഒരു സ്റ്റാർ നമ്മുടെ എർത്തിൻ്റെ മോളിക്കൂടെ റിസീഡ് ചെയ്യാണ്, അത് ഹൈ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എർത്ത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അല്ല, നമ്മുടെ സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ലൈറ്റ് നമ്മുടെ എർത്തിലേക്ക് ഫോൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്ത് വരും. ഈ ഡിക്രീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ എർത്തിലേക്ക് അത് ഫോൾ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് നമ്മുടെ എർത്തിൽ നിന്ന് നമ്മളിത് നോക്കുമ്പോൾ നമുക്കൊരു സ്പെക്ട്രം ആയിട്ടായിരിക്കും കിട്ടാം, ഒരു റെഡ് കളർ സ്പെക്ട്രം ആയിട്ടായിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഒരു സ്പെക്ട്രൽ ലൈൻസ്, ഒരു ഡോപ്ലർ ഇഫക്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫിനോമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള സൗണ്ട്, ഇപ്പോൾ ഈ വുമൻ ഇപ്പോൾ ഈ വുമൺ കേൾക്കുന്ന ഈ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്, മൂവ് ചെയ്യുന്ന ഫ്രീക്വൻസി, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കില്ല, പക്ഷെ എന്താണ് ഡോപ്ലർ എഫക്റ്റ്, എന്താണ് റെഡ് ഷിഫ്റ്റ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം.